ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ചന്ദ്രമതിയുടെ ചെയ്തുകൂട്ടലുകൾ സഹിക്കാൻ കഴിയാതെ ഒടുവിൽ ദേവതിയുടെ അച്ഛനുണ്ടായ അനുഭവം തനിക്കും ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് രവി. ഇതെല്ലാം കണ്ടിട്ട് രവിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. തന്റെ ഭാര്യയെ പറഞ്ഞ് തിരുത്താനും പറ്റുന്നില്ല. അതൊക്കെ കൊണ്ട് തന്നെ രവി വീട് വിട്ടിറങ്ങുകയാണ്. 2 ലക്ഷം രൂപ എവിടെന്നൊക്കെയോ രവി സംഘടിപ്പിച്ചിട്ട് അത് സച്ചിക്കും രേവതിക്കും ശരത്തിന് ഇറക്കാൻ വേണ്ടി നൽകുന്നുണ്ട്. അതിനുശേഷമാണ് കേട്ടോ രവി വീട് വിട്ടിറങ്ങാൻ തീരുമാനിക്കുന്നത്. എന്തായാലും ഒടുവിൽ ആ ഒരു തീരുമാനം വല്ലാത്തൊരു അവസ്ഥയിലാണ് കൊണ്ടുചെന്ന് എത്തി. വൈകാതെ തന്നെ രവിയുടെ അവസ്ഥ ചന്ദ്രമതിയെ ഭാമ അറിയിക്കുന്നുണ്ട് കേട്ടോ. ഇതറിഞ്ഞ ചന്ദ്രമതി ആകെ ഷോക്കായി തളർന്നില്ലാതായി പോവാണ്. തന്റെ ഒരു എടുത്തുചാട്ടം കൊണ്ട് മാത്രമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് കുറ്റബോധത്തോടു കൂടി കരയുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി. ഞാൻ എന്തെങ്കിലും രവിയേട്ടൻ പറഞ്ഞത് അനുസരിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വാവിട്ട് കരയാണ് ചന്ദ്രമതി. രവി നിലവിലെ ഹോസ്പിറ്റലാണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വൈകാതെ ഹോസ്പിറ്റലിലോട്ട് എത്താണ് ചന്ദ്ര. പക്ഷേ അത്രയ്ക്കും ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന രവി പറയുന്നുണ്ട് ഇനി തനിക്ക് തന്റെ ഭാര്യയെ കാണണ്ടായിന്ന്. ഇതൊക്കെ ചന്ദ്രമതിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു കേട്ടോ. രേവതിയെ നോവിച്ചതിനും ശിക്ഷിച്ചതിനും വഞ്ചിച്ചതിനുമുള്ള എല്ലാത്തിന്റെയും തിരിച്ചടി ഇപ്പൊ ചന്ദ്രക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്ര ഏറെ സ്നേഹിക്കുന്ന തന്റെ മൂത്ത മകന്റെ അടുത്ത് ചന്ദ്ര ഒരു സഹായ അഭ്യർത്ഥന നടത്തുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാനാ, സുധി ഒട്ടും അധ്വാനിച്ചിട്ടില്ല, അധ്വാനിച്ചൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സുധിയുടെ കയ്യിൽ കാശ് പോലും എടുക്കാനില്ല. ഏകദേശം ശ്രീകാന്തിന്റെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ആരിലേക്കാ അടുത്ത നോട്ടം? സച്ചിയുടെയും രേവതിയുടെയും. ഇത് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം രവിക്ക് വയ്യാതായ സമയത്തുണ്ടായത്. ആ ഒരു സംഭവം തന്നെയാണ് കേട്ടോ വീണ്ടും നടക്കുന്നത്. ഇനിയെങ്കിലും ചന്ദ്രമതിയെ സുധിയെ മനസ്സിലാക്കുമായിരിക്കും. എന്തായാലും നമുക്ക് ഈ ഒരു കിടലൻ എപ്പിസോഡ് കാണാം. ചന്ദ്രമതിക്ക് വളരെയധികം മാറ്റം സംഭവിക്കുന്ന ഒരു എപ്പിസോഡാണ് കേട്ടോ ഇത്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് രേവതിയും സച്ചിയും കൂടി രവിയുടെ അടുത്തോട്ട് വരുന്നതാണ്. അച്ഛന് രാവിലെ രേവതി ചായ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ചായ ടേബിളിൽ തന്നെ ഇരിക്കുന്നുണ്ട്. രവി ആണെങ്കിൽ ചെറിയൊരു മയക്കത്തിലാണ് കേട്ടോ. ആ സമയത്ത് രേവതി അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, അയ്യോ അച്ഛന് രാവിലെ കൊടുത്ത ചായ ഇത്. അച്ഛൻ ചായ കുടിച്ചില്ലെന്നാ തോന്നുന്നത്. ചായ കപ്പി തന്നെ ഇരിക്കുന്നത് കണ്ടില്ലേ സച്ചേട്ടാ? രേവതി, അപ്പൊ അച്ഛൻ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലേ? ഇല്ല സച്ചേട്ടാ, അച്ഛന്റെ ഭക്ഷണം ഞാൻ ടേബിൾ എടുത്തു വെച്ചതാ. പക്ഷേ അച്ഛൻ അതും കഴിച്ചിട്ടില്ല. ദേ ഇപ്പൊ അല്പം മുമ്പ് കൊണ്ടുകൊടുത്ത ചായയും കപ്പി തന്നെ ഇരിക്കുക സച്ചേട്ടാ. ഇങ്ങനെ കഴിക്കാതിരുന്ന അച്ഛന്റെ ആരോഗ്യം എന്തായിരിക്കും? ഷോ അച്ഛാ, അച്ഛാ. ആ ആ എന്താ? ആ ചന്ദ്രേ, അത് അച്ഛാ, ഇത് ഞാനാ സച്ചി, രേവതി. ആ സച്ചിയും രേവതിയായിരുന്നോ? ഞാനേ ഒന്നങ്ങ് കണ്ണടച്ചുറങ്ങിപ്പോയി. അച്ഛാ, അച്ഛൻ്റെ മുഖം കണ്ടിട്ട് നല്ല ക്ഷീണമുണ്ട്. രേവതി രാവിലെ കൊണ്ടുവച്ച ചായ അതേപടി ഇരിക്കുവാണ്. ടേബിളിലാണെങ്കിൽ രേവതി കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അച്ഛൻ അതെങ്കിലും എടുത്തൊന്ന് കഴിച്ചോ? അച്ഛാ, ഞാനിപ്പോൾ ശരത്തിന് പുറത്തിറക്കാനുള്ള ഓടിപ്പാച്ചിലാണ്. അതിനിടയ്ക്ക് അച്ഛൻ ആരോഗ്യം ശ്രദ്ധിക്കാതിരിക്കരുത്. അതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോടാ സച്ചി. അച്ഛനിപ്പോൾ അമ്മയുടെ പേര് വിളിച്ചില്ലേ? അച്ഛന് അമ്മയെ കാണുന്നുണ്ടോ? ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എൻ്റെ വാക്ക് കേൾക്കാതെ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ. പിന്നെ ഞാനെന്തിനാ അവളെ തിരികെ വിളിക്കേണ്ടത്? അവൾ അവിടെ തന്നെ നിൽക്കട്ടെ. അവൾ ഇങ്ങോട്ട് വന്നാലേ ചിലപ്പോൾ മോക്കിവിടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റില്ല. അച്ഛാ, എൻ്റെ സുഖമില്ലായ്മയൊന്നും നിങ്ങൾ ആരും നോക്കണ്ട. ഞാനൊരു മൂലയിൽ എങ്ങനെയെങ്കിലും ഒതുങ്ങിക്കൂടി കഴിഞ്ഞോളാം. ഇനിയിപ്പോൾ ഞാനുണ്ടായിട്ടാണ് അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നോളാം അച്ഛാ. ഞാൻ അമ്മയ്ക്കൊരു ഭാരമായിട്ട് ഇവിടെ നിൽക്കില്ല. സച്ചേട്ടൻ എന്നെ കാണാൻ അങ്ങോട്ട് വന്നോളൂ. ഏയ് അത് പറ്റില്ല. മോളുടെ അച്ഛനെ എൻ്റെ ഈ കൈ കിടന്നാ മരിച്ചത്. അപ്പോൾ അദ്ദേഹം എന്നോട് എന്താ പറഞ്ഞെന്നറിയോ? മോളെ, നിൻ്റെ കാര്യമോ രേവതി? നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പെരുവഴിക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ മോൾ എവിടെ പോയി ജീവിക്കും? അതിനാണോ എൻ്റെ മകൻ്റെ കയ്യിൽ നിന്നെ പിടിച്ചേൽപ്പിച്ചത്? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? അച്ഛന് തീരെ വയ്യ. അച്ഛന് നല്ല ഔഷധമുണ്ട്. രേവതി, നീ ഉണ്ടാക്കി വെച്ച ഫുഡ് എടുക്ക്, ഞാൻ അച്ഛന് കൊടുക്കട്ടെ. ശരി സച്ചേട്ടാ. ഏയ് എനിക്കിപ്പോൾ ഒന്നും വേണ്ട. എനിക്ക് പാല് തന്നാലും കഴിക്കാൻ തോന്നുന്നില്ല. ദേ അച്ഛാ, അച്ഛൻ കഴിക്കാതിരിക്കുകയാണെങ്കിലേ ഈ സച്ചിയും പട്ടിണി കിടക്കും. അല്ലാതെ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അച്ഛാ, രേവതി ഉണ്ടാക്കി എന്തെങ്കിലും ഒന്ന് അച്ഛൻ കഴിക്കേ. എനിക്ക് വേണ്ട സച്ചി, ഇപ്പം എനിക്ക് കഴിച്ചേ ഇറങ്ങില്ല. അതെന്തോടെ അച്ഛൻ കഴിക്കാത്തത്? ദേ അവരുണ്ടല്ലോ, ഭാമേൻ്റിയുടെ വീട്ടിൽ നിന്ന് വെട്ടി വിഴുങ്ങി 4 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടായിരിക്കും. അച്ഛൻ വെറുതെ അവരെക്കുറിച്ച് ആലോചിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കേണ്ട അച്ഛാ. അതിന് അവളെ ആലോചിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുകയാണെന്ന് ആര് പറഞ്ഞു? എനിക്ക് ആകെയുള്ള വിഷമം എൻ്റെ കൈകൊണ്ട് പിടഞ്ഞു മരിച്ച ആ മനുഷ്യൻ്റെ കുടുംബത്തെ എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതാ. അവൾ ഞാൻ പറഞ്ഞ വാക്ക് കേൾക്കാതെ അതിലവൾ ഒപ്പിട്ട് കൊടുത്തില്ലേ? അതുകൊണ്ടല്ലേ ആ മനുഷ്യൻ്റെ മകനിപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരുന്നത്. ആ കുടുംബത്തിൻ്റെ ആകെ തണലായിട്ടുള്ള അവൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഇതൊക്കെ എൻ്റെ കുടുംബം കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളല്ലേ? ഞാൻ കാരണം രേവതി മോളുടെ അച്ഛൻ മരിച്ചു.
ഇനിയിപ്പോൾ എൻ്റെ ഭാര്യ കാരണം രേവതി മോളുടെ അനിയനും കൂടി അതെനിക്ക് താങ്ങില്ല മോനെ. അച്ഛ, ഇനി ഒരിക്കലും ശരത്ത് അങ്ങനെയൊന്നും ചെയ്യില്ല. അതെ അച്ഛ, അച്ഛൻ എന്തെങ്കിലും കഴുകി. ശരത്തിനെല്ലാം പറഞ്ഞ് സച്ചേട്ടൻ മനസ്സിലാക്കിയിട്ടുണ്ട്. രേവതി, നീ ഫുഡ് എടുക്ക്. ശരി സച്ചേട്ടാ. ഇതും പറഞ്ഞ് രേവതി ഫുഡ് എടുക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ ടേബിളിൽ പോയിട്ട് രേവതി പാത്രമൊക്കെ തുറന്നു നോക്കുന്ന സമയത്ത് പാത്രത്തിൽ ഒരു തരി പോലും ഭക്ഷണം ഇരിക്കുന്നില്ല കേട്ടോ. അയ്യോ, ഞാൻ ഇതിൽ എല്ലാവർക്കും ഉള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചതാണല്ലോ, ഇതപ്പോൾ എവിടെ പോയി എന്നും പറഞ്ഞിട്ട് രേവതി അടുക്കളയിലൊക്കെ പരതുന്നുണ്ടോ. ഫ്രിഡ്ജ് വരെ തുറന്നു നോക്കുന്നുണ്ട്. അവിടെ എവിടെയും ഭക്ഷണത്തിൻ്റെ ഒരു തരി പോലും കാണാനില്ല. സംഭവം വേറൊന്നും അല്ല കേട്ടോ. ചന്ദ്രമതി ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ഭക്ഷണം വേണമെന്ന് കരുതിയിട്ട് ശ്രുതി കഴിക്കുന്നതൊക്കെ ഒന്ന് നിയന്ത്രിക്കും. പക്ഷേ ഇപ്പോൾ ഇവിടെ ചന്ദ്രമതി അതൊന്നും നോക്കാനില്ലാത്തതുകൊണ്ട് വാരി വലിച്ച് ശ്രുതിയും കൂടി ഭക്ഷണം നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. ശ്രീകാന്തും വർഷയും നേരത്തെ കഴിച്ചിട്ട് പോയി. ബാക്കി വന്ന കുറച്ച് ഭക്ഷണം ശ്രുതി പറയുന്നുണ്ട്, ഇത് നമുക്ക് അമ്മയ്ക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോയാലോ എന്ന്. അപ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അത് കേട്ടതും കേൾക്കാത്ത പതി ആ ഭക്ഷണം എടുത്തുകൊണ്ട് ഭാമേൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് കേട്ടോ അവിടെ ഫുഡൊന്നും ഇല്ലാത്തത്. ഇത് കണ്ട രേവതി നേരെ വന്നിട്ട് സച്ചിയോട് പറയുന്നുണ്ട്, സച്ചേട്ടാ. എന്താ രേവതി, എവിടെ കാപ്പി? ഞാൻ നിന്നോട് കാപ്പി എടുക്കാൻ പറഞ്ഞതല്ലേ. അത് പിന്നെ സച്ചേട്ടാ, അവിടെ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ച ദോശയും ചമ്മന്തിയും ഒന്നും കാണുന്നില്ല. ദോശയും ചമ്മന്തി കാണുന്നില്ലെന്നോ? ഇല്ല സച്ചേട്ടാ, എനിക്ക് തോന്നുന്നു അവർ കഴിച്ചെന്ന്. അതിന് നമ്മൾ പോലും കഴിച്ചിട്ടില്ലല്ലോ. നമ്മളുടെ പങ്കെങ്കിലും അതിലുണ്ടാവേണ്ടതല്ലേ. എനിക്കൊന്നും അറിയില്ല സച്ചേട്ടാ, ഭക്ഷണം ഇപ്പോൾ അവിടെ ഒന്നും കാണാനില്ല. ഫ്രിഡ്ജിൽ വരെ ഞാൻ നോക്കി, പിന്നെ വേസ്റ്റാക്കി ഒന്നും കളഞ്ഞിട്ടുമില്ല. അപ്പം പിന്നെ ഭക്ഷണമൊക്കെ ആരെങ്കിലും കഴിച്ചു കാണും. വേറെ ആര്? അവൻ തന്നെ, അവനും അവൻ്റെ ഭാര്യയും. അവർക്കൊരു വിചാരമുള്ളൂ, അവരുടെ വയറ് നിറയ്ക്കണം. ബാക്കിയുള്ളവർ പഷ്ണി കിടന്നാലും അവർക്കൊരു കുഴപ്പമില്ല. സച്ചേട്ടാ, ഇനി കഴിച്ചതിന് കണക്ക് പറയാൻ നിൽക്കണ്ട. ഞാനൊരു കാര്യം ചെയ്യാം, കുറച്ച് കഞ്ഞി ഉണ്ടാക്കാം, അച്ഛൻ അത് കൊടുക്കാം. രേവതി, അതിനൊക്കെ ഇനിയും സമയം എടുക്കില്ലേ? ഇല്ല സച്ചേട്ടാ, ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. രേവതി മോളെ, ഇങ്ങോട്ട് വാ. എനിക്കതൊന്നും വേണ്ട. ഇപ്പോൾ എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. അച്ഛൻ എന്നാ ഇവിടെ ഇരിക്കുക. ഞാൻ പുറത്ത് ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാം. വേണ്ട, എനിക്കിപ്പോൾ അതൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. അച്ഛനൊന്നും കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാനും രേവതിയും ഇന്ന് മുതൽ നിരാഹാരം ഇരിക്കാൻ പോവുക. അച്ഛൻ ഭക്ഷണം കഴിച്ചിട്ടേ ഇനി ഞങ്ങളും കഴിക്കുന്നുള്ളൂ. എടാ സച്ചി, വേണ്ട. ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കോളിംഗ് ബെല്ല് കേൾക്കാൻ കേട്ടോ. അത് മറ്റാരുമല്ല, രവിയുടെ സുഹൃത്ത് അശോകനാണ്. രേവതി, അതാരാ നോക്ക്. ശരി സച്ചേട്ടാ. ഇതും പറഞ്ഞുകൊണ്ട് രേവതി ഡോർ തുറക്കുന്ന സമയത്ത് അശോകനാണ് കേട്ടോ. അശോകന്റെ കയ്യിൽ ഒരു പൊതിയുണ്ട്. അശോകനെ കണ്ടപ്പോൾ തന്നെ രേവതി പറയുന്നുണ്ട് കേട്ടോ, ആഹാ അങ്കിളെ, സച്ചേട്ടാ, അച്ഛാ, ഇത് ആരാ വന്നിരിക്കുന്നത് നോക്കിയേ. ആരാ രേവതി? ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അശോകൻ അകത്തോട്ട് കയറുന്നുണ്ട് കേട്ടോ. അപ്പം രവി പറയുന്നുണ്ട്, അശോക, നീയായിരുന്നോ? നീ പെട്ടെന്ന് എത്തിയല്ലോ. അത് ശരി, എൻ്റെ സുഹൃത്തിനൊരാവശ്യം പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റാവുന്നതാണെങ്കിൽ അതപ്പം തന്നെ ചെയ്തു കൊടുക്കണ്ടേ. അതുകൊണ്ട് ഞാൻ മറ്റൊന്നും ആലോചിച്ചില്ല, നേരെ ഇങ്ങോട്ട് പോന്നു. ഇതൊക്കെ കേട്ടപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ, അങ്കിൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? അച്ഛൻ എന്തിനാ അങ്കിളിനെ വിളിച്ചത്? അപ്പം രവി പറയുന്നുണ്ട്, അശോക, തനിക്ക് ഞാൻ പറഞ്ഞത് കിട്ടിയോ? കിട്ടി. എടോ, തനിക്ക് എത്ര സംഘടിപ്പിക്കാൻ പറ്റി? എടോ രവി, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സുഹൃത്തുക്കൾ തമ്മിൽ സഹായിക്കണം. അതാണ് ശരിക്കുള്ള സുഹൃത്ത് ബന്ധം. താൻ എന്നോട് 1 ലക്ഷം ചോദിച്ചു, ഞാൻ തനിക്ക് 2 ലക്ഷം തരുക. തൻ്റെ ആവശ്യം 2 ലക്ഷം ആണെന്ന് എനിക്കറിയാം. താൻ എനിക്ക് ഇത് എപ്പോൾ തരാൻ പറ്റുമോ അപ്പം തന്നാൽ മതി. അതുവരെ ഞാൻ തന്നോട് ഇതിനെക്കുറിച്ച് ചോദിക്കില്ല. അശോക, എനിക്ക് തൽക്കാലത്തിന് ഒന്നും മതി. ഒന്ന് ഞാൻ എവിടെന്നെങ്കിലുമൊക്കെ സംഘടിപ്പിക്കണമെങ്കിൽ ഇനിയും ഒരുപാട് സമയം പിടിക്കും രവി. താൻ ഇത് കയ്യിൽ വെക്ക്, എന്നിട്ട് തൻ്റെ ആവശ്യം നടത്ത്. അപ്പം സച്ചി പറയുന്നുണ്ട്, അച്ഛനെന്തിനാ അശോകനങ്ങളോട് 2 ലക്ഷം ചോദിച്ചത്? അത് വേറൊന്നുമല്ല സച്ചി, ശരത്തിന് എങ്ങനെയെങ്കിലും നമുക്ക് സ്റ്റേഷനിൽ നിന്ന് ഇറക്കണ്ടേ. അതിനിപ്പോൾ ഈയൊരു വഴിയല്ലേ ഉള്ളൂ. എന്തായാലും ചന്ദ്ര പൈസ കിട്ടാതെ അടങ്ങില്ല. അവളൊരു പണത്തോട് അത്യാഗ്രഹിയാ, പണത്തോട് ആർത്തി പിടിച്ച് നടക്കുന്നവള്. അവൾക്ക് പണം കൊടുത്തിട്ടാണെങ്കിലും ശരത്തിന് എങ്ങനെയെങ്കിലും ഇറക്കണം. സച്ചി, അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? താൻ ഈ പണം കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊടുക്ക്. ചന്ദ്രമതിയുടെ ആർത്തി അങ്ങ് തീരട്ടെ. അയ്യോ അങ്കിളെ, ഇതൊന്നും വേണ്ട. ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് നോക്കാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇത് നിങ്ങളിപ്പോൾ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ദേ, ഞാനിപ്പോൾ ഈ പണം തരുക. എനിക്ക് പോയിട്ടേ ഒരല്പം തിരക്കുണ്ടേ. രവി, എന്നാൽ പിന്നെ നമുക്ക് വൈകിട്ട് കാണാം. നീ ചായക്കടയിലോട്ട് വന്നാൽ മതി, ഞാൻ അവിടെ ഉണ്ടാവും. പിന്നെ രവി, ഓരോന്ന് ചിന്തിച്ച് കൂട്ടാൻ നിൽക്കണ്ട. നിന്റെ ഭാര്യ പോയ വഴിക്ക് തന്നെ സമയമാകുമ്പോൾ ഇങ്ങോട്ട് പോന്നോളും. ചന്ദ്രയുടെ പണ്ടത്തെ സ്വഭാവം അത് തന്നെയല്ലേ എന്ന് കരുതിയിട്ട് നീ അവളെ വിളിക്കാതൊന്നും ഇരിക്കരുത്. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ചന്ദ്രയ്ക്ക് ഫോൺ ചെയ്യ്. അവളുടെ മനസ്സ് മാറി അവൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും. അശോക, താനിപ്പോൾ പോവുകയാണോ? എനിക്ക് പോയിട്ട് അല്പം തിരക്കുണ്ടോ രവി. എന്തായാലും നമുക്ക് വൈകിട്ട് കാണാം. ഞാനിപ്പോൾ ഇറങ്ങട്ടെ. ശരി. ഇതും പറഞ്ഞുകൊണ്ട് അവിടുന്ന് അശോകൻ ഇറങ്ങാണ് കേട്ടോ.
അപ്പം രേവതി പറയുന്നുണ്ട്, അങ്കിളെ എനിക്ക് മറന്നുപോയി, എന്തെങ്കിലും ഞാൻ കുടിക്കാൻ എടുക്കട്ടെ? ഏയ് എനിക്കിപ്പോൾ ഒന്നും വേണ്ട, ഞാനേ ഭക്ഷണം കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എനിക്ക് പോയിട്ട് അല്പം തിരക്കുണ്ട്, ഞാനെന്തായാലും പിന്നീട് ഒരിക്കൽ വരാം. പോട്ടെ മോളെ. ശരി. ഇതും പറഞ്ഞ് അശോകൻ അവിടുന്ന് പോവാണ് കേട്ടോ. ആ സമയത്ത് രവി പറയുന്നുണ്ട്, മോനെ സച്ചി, എത്രയും പെട്ടെന്ന് ശരത്തിനെ ഈ കേസിൽ നിന്ന് മോചിപ്പിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ അശോകനോട് ഈ പണം ഏർപ്പാടാക്കാൻ പറഞ്ഞത്. അച്ഛാ, ഞങ്ങൾ വേറെ ഏതെങ്കിലും വഴിയിലൂടെ പണം ഉണ്ടാക്കില്ലായിരുന്നു. അച്ഛൻ എന്തിനാ അശോകനങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്? അത് എനിക്കവൻ കുറച്ച് പണം തരാനുണ്ടായിരുന്നു. അത് ഉണ്ടെങ്കിൽ തന്നാൽ മതിയെന്നാണ് പറഞ്ഞത്. അവന് എവിടെ നിന്നേക്കോ അറിഞ്ഞു എനിക്ക് 2 ലക്ഷം ആവശ്യമുള്ളെന്ന്. അതുകൊണ്ടാണ് ഇപ്പം കൊണ്ടു തന്നത്. അത് നമുക്ക് എങ്ങനെയെങ്കിലും കൊടുക്കാം മോനെ. മോനെ എന്തായാലും ഇത് കൊണ്ടുപോയി കൊടുക്ക്. മോളെ രേവതി, ഇനി സമയം വൈകിക്കണ്ട, സച്ചയും കൂട്ടി പൊയ്ക്കോ. അച്ഛാ, ഞാൻ പോകുന്നില്ല, സച്ചേട്ടൻ പൊയ്ക്കോളും. അച്ഛനെ എന്തെങ്കിലും ഞാൻ കഴിക്കാൻ വെച്ചുണ്ടാക്കി തരാം. മോളെ, ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ ഒന്നും വേണ്ട. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. അച്ഛാ, അതൊക്കെ വിട്, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാന്ന് പറഞ്ഞില്ലേ? ഇത് പറഞ്ഞപ്പോൾ തന്നെ സച്ചി കണ്ണീരോട് കൂടിയിട്ട് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അച്ഛാ, അച്ഛൻ്റെ ഭാര്യയായി പോയില്ല അമ്മ എന്താ അച്ഛ ഇങ്ങനെ? അവളിങ്ങനെ ആയിപ്പോയത് നമ്മളെ തെറ്റല്ലല്ലോ മോനെ. മനുഷ്യരാണ്, എപ്പോൾ വേണമെങ്കിലും മാറാം. ചന്ദ്രക്ക് നല്ല ബുദ്ധി കൊടുക്കണേന്നാ ഏത് സമയം ഇപ്പം എനിക്ക് ഈശ്വരനോടുള്ള പ്രാർത്ഥന. ഇത് പറഞ്ഞപ്പോൾ തന്നെ തൊട്ടിപ്പുറത്തെ സൈഡിൽ നിന്ന് രേവതിയും അച്ഛനെ കെട്ടിപ്പിടിക്കാനിട്ടോ. അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ 2 പേരും 2 ലക്ഷം രൂപയും കൊണ്ട് സ്റ്റേഷനിലോട്ട് പോവുകയാണ്. ഓക്കെ, ഇനി അതൊക്കെ കണ്ടിട്ട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് കേട്ടോ. പോലീസ് സ്റ്റേഷനിൽ സച്ചിയും രേവതിയും എത്തുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരനോട് സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ, എസ് ഐ വന്നിട്ടുണ്ടോ? എസ് ഐ അകത്തുണ്ട്, ഒരാളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. അയാൾ പുറത്തിറങ്ങിയിട്ട് നിങ്ങൾക്ക് കയറാം, അതുവരെ ദേ ഇവിടെ വെയിറ്റ് ചെയ്യേ. അയാൾ പുറത്തിറങ്ങിയാൽ ഞാൻ പറയാം. ശരി. സച്ചേട്ടാ, ശരത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? അവനെ തല്ലിയൊന്നും കാണില്ലല്ലോ? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല രേവതി, അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല. അങ്ങനെ വെറുതെയൊന്നും അവർക്ക് അവനെ തല്ലാൻ പറ്റത്തില്ല. എന്നാലും എൻ്റെ ഉള്ളിൽ ഒരു പേടി പോലെ സച്ചേട്ടാ. ഒന്നാമത് അവൻ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചല്ലോ. നീ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ രേവതി. അത് അന്ന് നമ്മൾ അവനെ പറഞ്ഞ് തിരുത്തിയതല്ലേ? അതോടുകൂടി അവൻ അത് വിട്ടു. ഇനിയും നീ അതേക്കുറിച്ച് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കേണ്ട. സച്ചേട്ടാ, ഒന്നല്ലെങ്കിൽ അടുത്ത കാര്യങ്ങളായിട്ട് എത്രാമത്തെ തവണയാണ് നമ്മൾ സ്റ്റേഷൻ്റെ വരാന്തയിൽ നിന്ന് ഇറങ്ങുന്നത്? ഇതിനെന്തെങ്കിലും ഒരറുതി വരുമോ? എപ്പോഴും നമുക്ക് പ്രശ്നമാണ്, നമ്മളെപ്പോഴും ഓരോ പ്രശ്നങ്ങളായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുക. രേവതി, ജീവിതമാകുമ്പോൾ എപ്പോഴും സന്തോഷം മാത്രം ഉണ്ടാവില്ല. അങ്ങനെ സന്തോഷം മാത്രം ഉണ്ടാവണമെന്നുണ്ടെങ്കിലേ അത് മനുഷ്യരായിരിക്കില്ല, കല്ല് പോലെയുള്ള മനുഷ്യന്മാരായിരിക്കും. അല്ലാതെ ഇപ്പം ഞാൻ എന്താ പറയുക, ജീവിതത്തിൽ ദുഃഖവും സന്തോഷവും എല്ലാം ഉണ്ടാവും. അങ്ങനെ എല്ലാം കൂടി ചേർന്ന് കലർന്നതാണ് നമ്മുടെ ജീവിതം. അങ്ങനെ കരുതിയാൽ മതി. സച്ചേട്ടൻ്റെ അച്ഛനുണ്ടായതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ പണം കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ സച്ചേട്ടൻ്റെ അച്ഛൻ എൻ്റെ ജീവിതത്തിലെ ദൈവമാണ്, ഞങ്ങളുടെ കൺകണ്ട ദൈവം. എൻ്റെ അച്ഛൻ അവസാനം സച്ചേട്ടൻ്റെ അച്ഛൻ്റെ അടുത്ത് തന്നെ വന്ന് പെട്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. അതൊക്കെ ഒരു വിധിയാ രേവതി. അതുകൊണ്ടാണല്ലോ നീ എൻ്റെ ഭാര്യയായത്. ശരിക്കും പറഞ്ഞാൽ സുധിയാന്ന് ഓടിപ്പോയില്ലായിരുന്നെങ്കിൽ നീ അവൻ്റെ തലയിലാവുമായിരുന്നു. അതൊക്കെ അങ്ങനെ മാറി മറിഞ്ഞു വന്നത് എനിക്ക് നിന്നെ കിട്ടാനുള്ള ഭാഗ്യമുണ്ട്, അതുകൊണ്ടാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ഉള്ളിൽ നിന്ന് ആ പോലീസുകാരൻ പുറത്തോട്ട് വരുന്നത്. എടാ സച്ചി, അകത്തോട്ട് ചെല്ലേ, അവർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ശരി സാറേ. രേവതി വാ. അങ്ങനെ അവർ 2 പേരും കൂടി എസ് ഐയുടെ മുറിയിലോട്ട് കയറാൻ കേട്ടോ. അവരുടെ വരവ് കണ്ടപ്പോൾ തന്നെ എസ് ഐ പറയുന്നുണ്ട്, ആഹാ, വരണം വരണം വരണം, ഇവിടുത്തെ മുഖ്യ കക്ഷിയാണല്ലോ. സർ, ശരത്തിനെ മനസ്സിലായി. ആദ്യം താൻ തന്നെ ജയിലിൽ വന്ന് ഓരോ പ്രശ്നം ഉണ്ടാക്കി കയറുമായിരുന്നു. അപ്പം പിന്നെ പുറമേന്ന് ഓരോരുത്തർ കരഞ്ഞും കണ്ണീരൊലിപ്പിച്ചും വന്ന് തന്നെ ഇറക്കാൻ വേണ്ടി അപേക്ഷിക്കും. ഇപ്പം തൻ്റെ അളിയനും ഈ പല്ലവി തുടങ്ങിയോടോ. അത് പിന്നെ സർ, അതൊരിക്കലും അവൻ്റെ ഭാഗത്തു നിന്ന് പിഴവല്ല. അവനെ ഒരു കൂട്ടം കുടുക്കിയതാ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ആ ആൻ്റണിയുടെ കേസ്? എടോ, ഇതിനൊന്നും തെളിവില്ലാതെ എനിക്ക് കേസെടുക്കാൻ പറ്റത്തില്ല. പിന്നെ അവന് ചെറിയ പയ്യനൊന്നും അല്ലല്ലോ, 10-18 വയസ്സ് വർഷം മുമ്പേ കഴിഞ്ഞ പ്രായപൂർത്തിയായ ഒരു പയ്യനാ. അവനങ്ങനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവൻ്റെ കുത്തിക്കഴപ്പെന്നല്ലാതെ മറ്റെന്താ പറയാ. ഞാനതല്ല ചിന്തിക്കുന്നത്. താൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നല്ലേ അവൻ പണം തട്ടിപ്പറിച്ച് പാഞ്ഞത്. അങ്ങനെയുള്ള ഒരുത്തനെ നീ എന്തിനാ സച്ചി സപ്പോർട്ട് ചെയ്യുന്നത്? സാറേ, അവൻ ചെയ്തത് ഒരിക്കലും തെറ്റല്ലെന്നല്ല പറഞ്ഞത്. അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷേ അവൻ അതിലേക്ക് നയിച്ചത്. നിർത്ത് സച്ചി, ആൻ്റണിയുടെ കേസല്ലേ, അതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ വല്ല തെളിവുണ്ടെങ്കിൽ കൊണ്ടുത്താ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് നീക്കാം. പിന്നെ ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അവർ കോംപ്രമൈസിന് ഒരുങ്ങിയിട്ടുണ്ട്. 2 ലക്ഷം രൂപ അത് തന്നേക്കാണെന്നുണ്ടെങ്കിൽ ഈ കേസ് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാം.
അതിന് പറ്റുമോ? സാറേ, ആ 2 ലക്ഷം രൂപയും കൊണ്ടാ ഞാനും രേവതി ഇപ്പോൾ വന്നിരിക്കുന്നത്. ആഹാ, അപ്പം നിങ്ങൾ 2 ലക്ഷമൊക്കെ ഇത്ര പെട്ടെന്ന് ഒപ്പിച്ചോ? ഇതെവിടെന്നാ പൈസ? അത് പിന്നെ ഞങ്ങളെ കൊണ്ട് 2 ലക്ഷം ഒന്നും പെട്ടെന്ന് ഒപ്പിക്കാൻ കഴിയില്ലെന്ന് സാറിന് അറിഞ്ഞൂടെ? അതുകൊണ്ടാ ചോദിച്ചത്, എവിടെന്നെങ്കിലും മോഷ്ടിച്ചോണ്ട് വന്നതാണോന്ന്. അല്ല, നിങ്ങളുടെ പാരമ്പര്യം തന്നെ അങ്ങനെ ആയി തീരുകയാണല്ലോ. ഇത് കേട്ടപ്പോൾ രേവതിക്ക് ദേഷ്യം വരാൻ കേട്ടോ. ഇത് സാറേ, എൻ്റെ അനിയനൊരു അബദ്ധം പറ്റി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞങ്ങൾ കുടുംബപരമായിട്ട് മോഷ്ടിക്കുന്നവരൊന്നും അല്ല. എൻ്റെ അനിയനെ ഒരു ദുഷ്ടം കൊണ്ട് ചതി ചെന്ന് ചാടിച്ചു എന്നല്ലാതെ എൻ്റെ അനിയൻ ഇതുവരെ വേറെ മോഷണമൊന്നും നടത്തിയിട്ടില്ല. അവൻ്റെ ചതിയിൽ എൻ്റെ അനിയൻ പെട്ടുപോയി. ഇനി ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യില്ല. അതുമാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിൽ വേറെ ആരും ഇങ്ങനെ മോഷ്ടിക്കുന്നവരില്ല. ആഹാ, നീ എന്തിനാ പെങ്കൊച്ചെ കിടന്ന് തിളയ്ക്കുന്നത്? നീയും ഒരു മോഷണക്കാരിയാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. ഇത് കേട്ടപ്പോൾ സച്ചിക്ക് ദേഷ്യം വരാൻ കേട്ടോ. ദേ സാറേ, ഞങ്ങളിപ്പോൾ വന്നത് കേസ് ഒതുക്കി തീർക്കാനാ. അവർ ചോദിച്ച കാശ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഭാര്യയെപ്പറ്റി അനാവശ്യം പറയരുത്. ഞാനല്ലടോ സച്ചി അനാവശ്യം പറഞ്ഞത്. നീ കിടന്ന് തിളയ്ക്കാതെ. നിന്റെ അമ്മ തന്നെയാണ് ഈ കാര്യം ഇവിടെ വന്ന് പറഞ്ഞത്. ഏതാണ്ടോ നിങ്ങളെ വീട്ടിലെ മറ്റു 2 മരുമക്കളുടെ താലിമാറ്റിക്കെട്ടൽ ചടങ്ങിന് ഈ കൊച്ച് എന്തൊക്കെയോ മോഷ്ടിച്ചെന്നും കൂടി അവർ പരാതി തന്നിട്ടുണ്ട്. അപ്പം പിന്നെ കുടുംബം മൊത്തം മോഷണമാണോന്ന് അതാ ഞാൻ ചോദിച്ചത്. സാറേ, അതൊക്കെ വെറും കെട്ടുകഥയാണ്. അവർ എൻ്റെ ഭാര്യയെ മോശക്കാരിയാക്കാൻ ഉണ്ടാക്കിയ കഥയാണതൊക്കെ. ആരുടെ ഭാഗത്തെ വിശ്വസിക്കാൻ പറ്റുക? നീ ഇങ്ങനെ പറയുന്നു, നിൻ്റെ അമ്മ അങ്ങനെ പറയുന്നു. ഞാൻ എന്തായാലും 2 പേരുടെ ഭാഗത്തൊന്നും വിശ്വസിക്കുന്നില്ല. ഇനി ഇതുപോലെ വല്ല കേസ് നിങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടായാൽ ഇതുപോലെ കോംപ്രമൈസിനൊന്നും ഞങ്ങൾ പോലീസുകാർ നിൽക്കില്ല. ഇടിച്ച് ഇഞ്ചിഞ്ചാക്കും ഞാൻ. കാശ് കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട്. എടോ രമേശ, അതൊന്ന് എണ്ണി നോക്ക്. ഒറ്റ നോട്ട് പോലും പോവരുത്. ഓക്കെ സാർ. ഇതും പറഞ്ഞുകൊണ്ട് ആ കാശ് എടുത്തിട്ട് രമേശ് എന്ന് പറഞ്ഞ ഒരു പോലീസുകാർ എണ്ണി നോക്കുന്നുണ്ട് കേട്ടോ. സാറേ, അത് 2 ലക്ഷം കറക്റ്റാ. അങ്ങനെ നീ നിൻ്റെ വായോണ്ട് പറയുന്നതല്ലേ, അല്ലാതെ ഞങ്ങൾക്കതിൽ ഉറപ്പൊന്നുമില്ലല്ലോ. പിന്നെ തൻ്റെ അമ്മയെ ഞാൻ വിവരം അറിയിക്കാം. അവരിവിടെ വരുന്നത് വരെ നിങ്ങളൊന്ന് പുറത്ത് വെയിറ്റ് ചെയ്യ്. ശരി സാർ. രേവതി വാ. ഇതും പറഞ്ഞുകൊണ്ട് രേവതിയും സച്ചിയും കൂടി പുറത്തോട്ട് വീണ്ടും പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് രേവതി വിഷമിക്കുന്നതായിട്ട് സച്ചി പറയുന്നുണ്ട്. രേവതി, നീ എന്തിനാ വിഷമിക്കുന്നത്? ആ പോലീസുകാരൻ എന്നെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞത് സച്ചേട്ടാ. അമ്മ ഇതൊക്കെ എല്ലായിടത്തും പറഞ്ഞു നടക്കല്ലേ സച്ചേട്ടാ. അമ്മയുടെ സ്വഭാവം നിനക്കറിയില്ലേ രേവതി? നീ ഒരിക്കലും തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പം പിന്നെ നീ എന്തിനാ തല താഴ്ത്തി വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്? തെറ്റ് ചെയ്തവരല്ലേ വിഷമിക്കേണ്ട ആവശ്യമുള്ളൂ. നീ വിഷമിക്കാതിരിക്കേ. എന്തായാലും പണത്തോട് ആർത്തിയില്ല. അവരെന്തായാലും ഇപ്പം ഇങ്ങോട്ട് വരുമല്ലോ. അവർക്ക് ആ പണം കൊടുത്ത് ഈ കേസ് നമുക്ക് ഒതുക്കാം. പിന്നെ അച്ഛൻ്റെ 2 ലക്ഷം രൂപയുടെ കടമല്ലേ, അതെങ്ങനെയെങ്കിലും നമുക്ക് തീർക്കാം. കുറച്ച് കാശ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ വെച്ചിട്ട് എങ്ങനെയെങ്കിലും അത് നമുക്ക് തീർക്കാം. ഓക്കെ, അങ്ങനെ അവിടെ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് രവിയാണ് കേട്ടോ. രവിയാണെന്നുണ്ടെങ്കിൽ ഒരു ബോധമില്ലാത്ത രീതിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്തോ ആലോചനയിൽ റോട്ടിലൂടെ ഇങ്ങനെ നടക്കുന്ന രവിയെ കാണിക്കുന്നുണ്ട്. രവി ഇങ്ങനെ സ്വയം മനസ്സിൽ തന്നെ കരുതുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തിനാ ഇനി ഇങ്ങനെ ജീവിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഭാര്യ കേൾക്കുന്നില്ല. ഞാൻ കാരണം ജീവൻ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ കുടുംബം വീണ്ടും വീണ്ടും അവർ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇതൊന്നും കാണാൻ ഇനി എനിക്ക് പറ്റില്ല. ഇതും പറഞ്ഞുകൊണ്ട് രവി ഒരു ബോധമില്ലാതെ റോഡിലൂടെ തന്നെ നടക്കാൻ കേട്ടോ. ആ സമയത്ത് സച്ചിയെ കാണിക്കുന്നുണ്ട്. രേവതി, ഞാനൊന്ന് അച്ഛനെ വിളിച്ച് ഈ വിവരം പറയട്ടെ. സച്ചേട്ടാ, നമുക്ക് അവനെ ഒന്ന് കാണാൻ പറ്റുമോ? ഇപ്പം അവർ കാണിച്ചു തരത്തുണ്ടാവില്ല. നമുക്ക് എന്തായാലും പണം കൊടുത്തിട്ട് അവനെ ഇറക്കാലോ. എന്നാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലോ? ഒന്ന് ചോദിച്ചു നോക്കാം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ അപ്പുറത്തോടെ ഒരു പോലീസുകാരൻ പോകുന്നത്. സാറേ സാറേ എന്ത് വേണം? സാറേ, ഞങ്ങളുടെ അനിയൻ ശരത്ത് ഇവിടെ ലോക്കപ്പിൽ കിടക്കുന്നുണ്ട്. ഒന്ന് കാണാൻ പറ്റുമോ? ഇല്ലില്ല, അങ്ങനെ തോന്നിയ പോലെയൊന്നും കാണാൻ പറ്റില്ല. പൈസ കൊടുത്തിട്ട് അയാൾ ഇറക്കി വിടാമെന്ന് പറഞ്ഞതല്ലേ. ആദ്യം പൈസ കൊടുക്ക്, എന്നിട്ട് കാണാം. ഇവരൊക്കെ എന്താ ഇങ്ങനെ സച്ചിയേട്ടാ? ഞാൻ പറഞ്ഞില്ലേ രേവതി, അതങ്ങനെ തന്നെ ഉണ്ടാവും. എന്തായാലും ഞാൻ അച്ഛനെ വിളിച്ച് പറയട്ടെ. ശരി സച്ചേട്ടാ. അങ്ങനെ രവിയെ വിളിക്കുന്നുണ്ട് കേട്ടോ സച്ചി. രവിയുടെ ഫോണാണെന്നുണ്ടെങ്കിൽ റിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. രവിയുടെ പോക്കറ്റിൽ നിന്നാണ് റിങ് ചെയ്യുന്നത്, ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന്. ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടിട്ട് രവി ഫോൺ എടുക്കുന്നുണ്ട്. പക്ഷേ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ഫോൺ എടുത്ത് നോക്കുകയാണ് ആരാ വിളിക്കുന്നതെന്ന്. അപ്പോൾ സച്ചിയാണ് വിളിക്കുന്നത്. ആ സമയത്ത് രവി മറ്റൊന്നും ചിന്തിക്കുന്നില്ല കേട്ടോ. നേരെ ആ ഫോണാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കാണ്. എന്നിട്ട് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഒരു കാട് പോലത്തെ സ്ഥലത്തേക്ക് ആ ഫോൺ എറിയുന്നുണ്ട്. ഫോണ് വലിച്ചെറിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് വന്ന് വീഴാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും രവി ഒരു ബോധമില്ലാത്ത രീതിയിൽ റോഡിലൂടെ തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ ഇപ്പുറത്തെ കൂടെ ഒരു ബൈക്കാരൻ വന്ന് ഇടിക്കാൻ പോകുന്നുണ്ട്. ഡോ, താൻ എവിടെ നോക്കിയാ നടക്കുന്നത്? നാശൂലം, ഇപ്പം തന്നെ കാട്ടിപ്പോയി വീണേനെ ഞാൻ. എടോ, തന്നോടാ പറയുന്നത്. തനിക്ക് നടക്കാനല്ല ഫുട്പാത്ത് തന്നിരിക്കുന്നത്. പിന്നെ താൻ എന്തിനാടോ റോട്ടിൽ പോയി ഇറങ്ങി നടക്കുന്നത്? ഇയാളെന്തോ ഒന്ന് പറയാത്തത്? ഡോ, എടോ, തന്നോട് ക്ഷമിക്കണം, നിങ്ങൾ പൊയ്ക്കോളൂ.
ആഹാ അത് ശരി, വണ്ടിയുടെ മുന്നിലോട്ട് വന്ന് നിന്നതും പോരാ, ഒരു ക്ഷമ പോലും ചോദിക്കാതെ കണ്ടി പൊക്കോളൂന്ന്. എടോ, തനിക്ക് ജീവൻ വേണമെങ്കിൽ മര്യാദയ്ക്ക് അതിലൂടെ നടക്ക്, ഇല്ലാന്നുണ്ടെങ്കിലേ വല്ല പാണ്ടിലോറിയും വന്ന് മേലൂടെ അങ്ങ് കയറും. അപ്പം പിന്നെ നല്ല രസമുണ്ടാവും, ചതഞ്ഞഴിഞ്ഞ് റോട്ടിലേക്ക് കിടക്കേണ്ടി വരും. ഓരോരുത്തരന്മാർ ഇറങ്ങിക്കോളും മറ്റുള്ളവരുടെ ജീവൻ പോക്കാൻ വേണ്ടിയിട്ട്. ഇതും പറഞ്ഞുകൊണ്ട് അയാൾ വണ്ടി എടുക്കാൻ കേട്ടോ. അല്പം മുന്നോട്ട് പോയിട്ട് അയാൾ വീണ്ടും വണ്ടി നിർത്തി വീണ്ടും രവിയെ നോക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് രവി ആണെങ്കിൽ ഒരു ബോധവും ഇല്ലാതെ നടക്കുന്നുണ്ട്. ഷെടാ, ഇയാളുടെ മൈൻഡ് ഓക്കെ ഇല്ലെന്നാ തോന്നുന്നത്, ഒന്നിച്ചെന്ന് നോക്കിയാലോ. അതുമാത്രമല്ല ഇയാൾ എവിടേക്കോ കണ്ടിട്ടുണ്ട്. ഏയ് അതെന്തായാലും വേണ്ട, ഇനിയിപ്പോൾ അയാളുടെ പിന്നാലെ ചെന്നാലേ ആ വള്ളിക്കേസ് എൻ്റെ തലയിലിരിക്കും. ആ എന്തിനാ നമ്മൾ വെറുതെ. ഇതും പറഞ്ഞുകൊണ്ട് അയാൾ വണ്ടി സ്റ്റാർട്ടാക്കി അവിടുന്ന് പോവാണ്. വിളിച്ചിട്ടാണെങ്കിൽ കിട്ടാഞ്ഞപ്പോൾ സച്ച് പറയുന്നുണ്ട് കേട്ടോ. രേവതി, ആദ്യം ഫോൺ റിങ് ചെയ്തു, പെട്ടെന്ന് തന്നെ കട്ടായി, ഇപ്പോൾ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് എന്നാണ് കാണിക്കുന്നത്. അതെന്താ? ഇനി ചിലപ്പോൾ അച്ഛൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാഞ്ഞിരിക്കുമോ? എന്തോ എനിക്കറിയില്ല. എന്തായാലും ഇപ്പോൾ ഇത് കഴിയാതെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. എന്നാൽ പിന്നെ അശോകനങ്ങളിലൊന്ന് വിളിച്ചു നോക്കിയേ. ഇപ്പോൾ അശോകനങ്ങളുടെ അടുത്തോട്ട് വരാമെന്നല്ലേ പറഞ്ഞത്? അത് ശരി രവതി, ഞാനൊന്ന് അശോകനങ്ങളുടെ വിളിക്കട്ടെ. ഇതും പറഞ്ഞുകൊണ്ട് അശോകന് വിളിക്കാൻ കേട്ടോ. അങ്ങനെ അശോകൻ ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ. ഹലോ. പറയട്ടെ സച്ചി. അതെ, അച്ഛൻ അങ്ങോട്ട് വന്നിരുന്നോ? ഏയ് ഇല്ല, രവീന്ദ്രൻ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ലല്ലോ. ഒരു 3-3:30 ആയിട്ട് വരാമെന്നാ പറഞ്ഞത്. എന്താടാ? ഏയ് ഒന്നുമില്ല, വിളിച്ചിട്ട് കിട്ടിയില്ല, ഫോൺ സ്വിച്ച് ഓഫാ. അത് ചിലപ്പോൾ അവൻ ഇങ്ങോട്ട് വരുന്നുണ്ടായിരിക്കും, ഫോണിൽ ചാർജ് കാണത്തുണ്ടാവില്ല. ശരി. അശോകനങ്ങളെ, അങ്ങോട്ടേക്ക് അച്ഛൻ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിക്കണം. ശരിയടാ സച്ചി. ഇതും പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നുണ്ടെങ്കിൽ രവിയാണ് കേട്ടോ. രവി ഒരു ബോധമില്ലാതെ ട്രാഫിക് ബ്ലോക്കിന് നടുവിലൂടെ നടക്കുന്ന പോലെ നടക്കുന്നുണ്ട്. വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ബൈക്കാരും ഇവരൊക്കെ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ, മര്യാദയ്ക്ക് നടക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ രവി അതൊന്നും ആലോചിക്കുന്നില്ല. പിന്നെ കാണിക്കുന്നത് ചന്ദ്രമതിയാണ്. ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ്. സാറേ, അത് മുഴുവൻ തുകയുണ്ടോ? ദേ, ഞങ്ങൾ മണ്ടന്മാരാണെന്ന് നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ടോ? മണ്ടന്മാരായതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾക്ക് നീതി വേണം, അതുകൊണ്ടല്ലേ ഇവിടെ വന്നത്? അതെ സാറേ. ആണല്ലോ. അപ്പം പിന്നെ നിങ്ങൾക്ക് വേണ്ടിയ കാശ് എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് ഇവിടെ ടേബിൾ വെച്ചേക്കുന്നത്, അത് എടുത്തുകൊണ്ട് പോകാൻ നോക്കി ഇവിടെ സൈൻ ഇട്ടിട്ട്. ഓ ശരി സാറേ. അപ്പോൾ ഭാമ പറയുന്നത് കേട്ടോ, സൈനിട്ട് കൊടുക്ക്. എൻ്റെ ഭാമേ, ഇത്ര പെട്ടെന്ന് 2 ലക്ഷം രൂപ തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഏർപ്പാടാക്കി തരുവുള്ളെന്നാണ് ഞാൻ കരുതിയത്. ഇതിപ്പോൾ എവിടെ നിന്നാണാവോ ഇത്രയും പെട്ടെന്ന് പണം കിട്ടിയത്? അതെ, എന്താ ഡിസ്കസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ചോദിച്ച പണം കിട്ടിയല്ലോ, ഇവിടെ ഒപ്പിട്ടിട്ടേ അവനെ എനിക്ക് ഇറക്കി കൊടുക്കാനുള്ളതാ. പെട്ടെന്ന് നോക്ക്. സാറേ, സാറിന് സാറിന് ഞാൻ എന്തെങ്കിലും തരാം. ആ ലോക്കപ്പിക്ക് എടുക്കുന്നവനെ ഒരു 2-3 ദിവസം കൂടി ലോക്കപ്പിക്ക് എടുത്താൻ പറ്റുമോ? അല്ലെങ്കിൽ വേണ്ട, ഇന്നത്തെ ഒരു ദിവസം കിടത്തിയാൽ മതി. പക്ഷെ അവന് നല്ല രീതിയിൽ കൈമാറണം. ഇഞ്ചിഞ്ചാക്കി അവൻ്റെ ശരീരം ചതയ്ക്കണം സാറേ. എന്തെങ്കിലും തരാമെന്ന് വെച്ചാൽ എന്ത് തരും? സാറ് ചോദിക്കുന്നത് ഞാൻ തരാം. എന്നാൽ പിന്നെ ഈ 2 ലക്ഷം എനിക്കങ്ങ് തന്നേക്ക്. ഞാനവനെ 1 അല്ല 2 അല്ല 3 അല്ല, നിങ്ങൾ പറയുന്ന ദിവസം അത്രത്തോളം ഇവിടെ ഇട്ടിട്ട് അടിച്ചൊതുക്കിക്കോളാം. സാറേ, ഉള്ളതാണ് പറയുന്നത്? ഉള്ളത് തന്നെ. പക്ഷേ 2 ലക്ഷമൊക്കെ വേണോ സാറേ? ഒരു 50,000 വേണമെങ്കിൽ തരാം. 50,000 പോയാലും അവൻ കുറച്ച് ദിവസം ലോക്കപ്പിക്ക് എടുക്കുമല്ലോ, എനിക്കത് തന്നെ ധാരാളം. അന്ന് പണം പോയപ്പോൾ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട് അതെനിക്കേ അറിയുള്ളൂ. അപ്പോൾ ഭാമ പറയുന്നുണ്ട് കേട്ടോ, നീ എന്താ ഇങ്ങനെ കണ്ണിച്ചോറില്ലാതെ സംസാരിക്കുന്ന എൻ്റെ ചന്ദ്രേ? ആ പയ്യന് അറിവില്ലാത്തപ്പോൾ ഒരു തെറ്റ് ചെയ്തു പോയി, അതിനങ്ങ് ക്ഷമിച്ചു കൊടുത്തേക്ക്. പണം അവർ സംഘടിപ്പിച്ച് തന്നില്ലേ, ഇനി അതിനെ വെറുതെ വിട്ടേക്ക്. ഭാമേ, നീ മിണ്ടാതെ അവിടെ ഇരുന്നോ, ഇതെൻ്റെ കാര്യമാണ്, അതിൽ നീ കയറി ഇടപെടണ്ട. സാറേ, ഇതിൽ 50,000 രൂപ സാർ എണ്ണി എടുത്തോ, എന്നിട്ട് എന്താ വേണ്ടതെന്ന് വെച്ച് ചെയ്താൽ മതി. എനിക്ക് തള്ളേ. സാറേ, നിങ്ങളോട് എഴുന്നേക്കാനാണ് പറഞ്ഞത്. സാറേ, 50,000 കുറഞ്ഞു പോയോ? സാറിന് എത്രയാണ് വേണ്ടത്? നിർത്തുകളെ. നിങ്ങൾ എന്താ കരുതിയത്, എല്ലാ പോലീസുകാരെയും പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങാനോ? അത് പിന്നെ സാറേ, നിങ്ങൾ എവിടെ വരെ എത്തുമെന്ന് ഞാനൊന്ന് നോക്കിയതാ. നിങ്ങളിപ്പോൾ പറഞ്ഞ ചോദ്യത്തിന് നിങ്ങളെ പിടിച്ച് എനിക്ക് ലോക്കപ്പിലിടാം. പിന്നെ പ്രായത്തെ പരിഗണിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്കിപ്പോൾ ഇവിടുന്ന് സൈൻ ചെയ്ത് പോവാം. മേലാൽ ഇനി നിങ്ങൾ ഈ പുഴുത്ത നാവുകൊണ്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥരോടും ഇതുപോലെ സംസാരിക്കരുത്. ഒരിക്കലും ഇല്ല സാറേ, എന്നെ വെറുതെ വിട്ടേക്ക്. എനിക്ക് അവനെ തല്ലണമെന്നുമില്ല കൊല്ലണമെന്നുമില്ല. ഓരോ മാറണമെങ്കിൽ രാവിലെ തന്നെ കെട്ടി എഴുന്നേൽച്ചോളും. രാകേഷേ, എന്താ നോക്കിയിരിക്കുന്നത്? അവർക്ക് സൈൻ ചെയ്യാനുള്ള പേപ്പർ അങ്ങ് എടുത്തു കൊടുക്കേ. ശരി സാറേ. ഇതും പറഞ്ഞുകൊണ്ട് ആ പേപ്പർ അങ്ങ് എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഭാമ പറയുന്നുണ്ട്, ഒപ്പിട്ടങ്ങ് കൊടുക്ക്. ദേ, എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടത്, ഒപ്പിട്ട് പെട്ടെന്ന്. അതും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയെ കൊണ്ട് ഒപ്പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ദാ ടേബിളിൽ ഇരിക്കുന്ന പണം എടുത്തോ. നന്ദിയുണ്ട് സാറേ. നന്ദി. ദയവേദി ഇനി ഇങ്ങോട്ട് വരാതിരിക്കണം, ഞങ്ങൾക്ക് പണിയുണ്ടാക്കി തരരുത്. ശരി. ഇതും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പുറത്തോട്ട് ഇറങ്ങാൻ കേട്ടോ. എടോ,
ആ പയ്യനെ പുറത്തോട്ട് ഇറക്കി വിട്. അങ്ങനെ ശരത്തിനെ പുറത്തോട്ട് ഇറക്കി വിടുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്ര പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിയെ കാണുകയാണ്. ഡി, നീ അങ്ങനെ വിജയിച്ചു എന്ന് കരുതൊന്നും വേണ്ട. നിനക്ക് എവിടെ നിന്ന് കിട്ടി 2 ലക്ഷം പെട്ടെന്ന്? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അതൊന്നും നിങ്ങൾ അറിയണ്ട. നിങ്ങൾക്ക് കിട്ടേണ്ട പണം കിട്ടിയില്ലേ? പണത്തോട് ആർത്തി പിടിച്ചെടുക്കുന്ന കുറേ ആളുകളുണ്ട്. അവർ ഇതുപോലെയാ പണത്തോട് ആക്രാന്തം കാണുമ്പോൾ. നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലേ? ഇനി പൊയ്ക്കൂടെ? പോവാൻ തന്നെയാടാ നിൽക്കുന്നത്. പിന്നെ ഇനി എൻ്റെ വീട്ടിലോട്ട് ഞാൻ മടങ്ങി വരണമെന്നുണ്ടെങ്കിൽ നീയും ഇവളും ആ വീട്ടിൽ പോകണം. നീ പോയില്ലെങ്കിലും കുഴപ്പമില്ല, ഇവൾ ആ വീട്ടിൽ നിന്ന് പോകണം. ഞാനുള്ളിടത്ത് എൻ്റെ ഭാര്യ ഉണ്ടാവും. അതുകൊണ്ട് അവൾ വീട്ടിൽ നിന്ന് പോകുന്നു നിങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതണ്ട. അച്ഛൻ അതിന് സമ്മതിക്കത്തുമില്ല. അച്ഛനെ എന്നെ വേണമെങ്കിലേ ഇവൾ അവിടുന്ന് പുറത്താക്കേണ്ടി വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അച്ഛനൊരു തീരുമാനം എടുത്തോളും. അച്ഛൻ പെട്ടെന്ന് തീരുമാനം എടുക്കും, അമ്മ വേണ്ടെന്ന്. നമുക്ക് കാണാടാ, നോക്കിയിരുന്നോ നീ. ഇതും പറഞ്ഞുകൊണ്ട് ദേഷ്യം പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ ചന്ദ്രമതി. അപ്പോൾ ഭാമ അവരോടായിട്ട് പറയുന്നു കേട്ടോ, എടാ സച്ചി, നിങ്ങളും വാശിയിൽ അവളും വാശിയിൽ. നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്ക്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ മാറി എവിടേക്കെങ്കിലും താമസിക്കുന്നതാണ് നല്ലത്. ചന്ദ്രയ്ക്കാണെങ്കിൽ നിങ്ങളുടെ കണ്ണെടുത്താൽ കണ്ടൂടാ. ചന്ദ്രയുടെ കൂടെ ഇവള് ജീവിക്കുന്നിടത്തോളം കാലം ഇവക്ക് സമാധാനം കിട്ടത്തില്ല സച്ചി. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് നിന്നോ. എന്നാലെങ്കിലും ചന്ദ്രയ്ക്ക് അവിടെ വീട്ടിലോട്ട് പോവാലോ. എൻ്റെ വീട്ടിലാണെങ്കിൽ ആരുമില്ല എനിക്കെന്ന് പറയാനും. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ എനിക്കതൊരു ആശ്വാസമാണ്. ആ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ, ഡി ബാമേ, നീ എന്താ അവിടെ സംസാരിച്ചിരിക്കുന്നത്? ഇങ്ങോട്ട് വാ. സച്ചി, ഞാൻ പറഞ്ഞതൊന്ന് ആലോചിച്ച് നോക്ക്. നല്ലതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിക്ക്. എന്നാൽ പിന്നെ ശരി. ഇതും പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഭാമ പോവുകയാണ് കേട്ടോ. അപ്പോൾ സച്ചിയും രേവതിയും പരസ്പരം നോക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് ശരത്ത് വരുന്നുണ്ട്. സച്ചിയേട്ടാ, ഇതും പറഞ്ഞ് സച്ചിയെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ. ശരത്തെ, നിന്നെ അവർ മർദ്ദിച്ചൊന്നും ഇല്ലല്ലോ? ഏയ്, എനിക്കൊരു കുഴപ്പമില്ല. ആ SI നല്ല ആളായിരുന്നു. അതുകൊണ്ട് എന്നാരും തല്ലിയൊന്നുമില്ല. ഹോ, ഭാഗ്യം. രേവതി, ഇവനെ കണ്ടല്ലോ, ഇവനൊരു കുഴപ്പമില്ല. ശരത്തെ, എനിക്ക് നിൻ്റെ കാര്യം ആലോചിച്ചിട്ട് പേടിയാടാ. എൻ്റെ ചേച്ചി, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇറങ്ങിയല്ലോ സ്റ്റേഷനിൽ നിന്ന്. ഇനി ഞാൻ ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കോളാം. ശരത്തെ, എന്നാൽ പിന്നെ നമുക്ക് വീട്ടിലോട്ട് പോയാലോ? അത് പോയിട്ട് വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ പോവാൻ. ശരി സച്ചേട്ടാ, എന്നാൽ പിന്നെ വാ, ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട. ഇതും പറഞ്ഞുകൊണ്ട് ശരത്തിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് രവിയാണ് കേട്ടോ. രവി ഒരു ബോധവും ഇല്ലാതെ റോഡിലൂടെ നടക്കാണ്. ഒരു 5-10 മിനിറ്റ് രവി ഇങ്ങനെ നടക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഒടുവിലാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ബസ് ഇങ്ങനെ അവിടുന്ന് കുതിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പുറത്തു നിന്നാണെന്നുണ്ടെങ്കിലോ ഈ രവി തന്നെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. KSRTC ബസ് തന്നെയാണ് കേട്ടോ രവിയുടെ മുന്നിലോട്ടും കുതിച്ച് പാഞ്ഞു വരുന്നത്. രവിയാണെങ്കിൽ ചുറ്റിലുള്ളതൊക്കെ മറന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ KSRTC ബസ് നേരെ വന്നിട്ട് രവിയെ ഇടിക്കാൻ കേട്ടോ. രവി ഒരു ഭാഗത്ത് പോയിട്ട് ആക്സിഡൻ്റ് ആയിട്ട് വീഴാണ്. രവിയുടെ തലയിൽ നിന്നൊക്കെ ചോര പൊട്ടി ഒഴുകുന്നുണ്ട് കേട്ടോ. ഈ സന്ദർഭത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ ആളുകൾ തടിച്ചു കൂടുകയാണ്. രവിയെ കാണാനില്ലായിട്ടാണെങ്കിൽ അശോകൻ പുറത്ത് അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ രവി ഇത് എവിടെ പോയിരിക്കുക? ഇവന് ഈ സമയത്ത് കടയിലോട്ട് എത്താന്ന് പറഞ്ഞതല്ലേ? ഇതും പറഞ്ഞുകൊണ്ട് അശോകൻ അവിടെയൊക്കെ തിരക്കാൻ കേട്ടോ. അപ്പോഴാണ് അശോകൻ അവിടെ ഒരു ആൾക്കൂട്ടം കാണുന്നത്. ഇവിടെ എന്തോ ഒരു ആൾക്കൂട്ടം? ഇതും പറഞ്ഞുകൊണ്ട് അശോകൻ അങ്ങോട്ട് ചെല്ലാൻ കേട്ടോ. അപ്പോൾ അപ്പുറത്തുണ്ടായിരുന്ന ഒരാളോട് അശോകൻ ചോദിക്കുന്നുണ്ട്, എന്താ അവിടെ പ്രശ്നം? അതൊരാളെ ബസ് ഇടിച്ചതാ, ചോരയൊക്കെ പൊട്ടി ഒഴുകുന്നുണ്ട്. എന്നിട്ടെന്താ ആരും ഹോസ്പിറ്റലിൽ എത്തിക്കാത്തത്? അത് പിന്നെ തൊട്ടാ അത് വള്ളിക്കേസാവും എന്ന് കരുതിയിട്ട് അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കാതിരിക്കുവാണോ? എടോ, അത് തൊട്ടാലേ കേസ് നമ്മുടെ തലയിലിരിക്കും. അതാണ് കേസ്. സർക്കാർ ബസ്സാണ് ഇടിച്ചത്, കറങ്ങി തിരിഞ്ഞ് നമ്മുടെ തലയിലോട്ടാവും. ശോ, നിങ്ങളൊക്കെ എന്തൊരു മനുഷ്യരാ. ഇതും പറഞ്ഞുകൊണ്ട് അശോകനാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും നടുവിലൂടെയും ഉള്ളിലോട്ട് കയറാൻ കേട്ടോ. ആ സമയത്താണ് ചോര തലയിൽ നിന്ന് പൊട്ടി വാർന്നൊഴുകുന്ന രവിയെ കാണുന്നത്. ഇത് കണ്ട അശോകൻ ആകെ അന്തം വീഴാണ് കേട്ടോ. അശോകൻ ഓടി ചെന്നിട്ട് രവിയുടെ അടുത്ത് വന്ന് വീഴാണ്. അയ്യോ, ഇത് രവിയല്ലേ? രവി, എടാ രവി, രവി, നിനക്ക് എന്താണ് പറ്റിയത്? അയ്യോ, ഇവിടെ ആരെങ്കിലും ഒന്ന് വണ്ടി എടുക്ക്. ഒരാളുടെ ജീവൻ നഷ്ടപ്പെടും. ആരെങ്കിലും ഒന്ന് വണ്ടി എടുക്ക്. ചേട്ടാ, ആംബുലൻസ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം വരും. ആംബുലൻസ് ഒക്കെ എത്തുമ്പോഴത്തേന് സമയം ഒരുപാടാവില്ലേ? നിങ്ങൾ വണ്ടി എടുക്കുന്നുണ്ടോ? അവിടെ തടിച്ചുകൂടി ആരും വണ്ടി എടുക്കുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും ആംബുലൻസ് എത്തുന്നുണ്ട്. ചേട്ടാ പിടിക്ക്, ആംബുലൻസ് എത്തി. ഇതും പറഞ്ഞുകൊണ്ട് രവി എടുത്തിട്ട് വണ്ടിയിലോട്ട് കയറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അശോകനും 1-2 ആൾക്കാരും കൂടി നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയാണ്. പിന്നെ കാണിക്കുന്നത് ചന്ദ്രമതിയാണ് കേട്ടോ. ചന്ദ്രമതി പണം എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് നല്ല സന്തോഷത്തിലാണ് കേട്ടോ ഇരിക്കുന്നത്. അങ്ങോട്ടേക്കാണെന്നുണ്ടെങ്കിൽ ശ്രുതിയും വരികയാണ്. അമ്മേ, ഇതെന്താ പണമോ? നില്ല്, ഇത് നിനക്കുള്ള പണമൊന്നും അല്ല. ഇതേ എനിക്ക് അർഹതപ്പെട്ട പണം ചോദിച്ചു മേടിച്ചതാ. എന്തർഹതപ്പെട്ട പണം? ഈ പണം സച്ചി നേരത്തെ തന്നതല്ലേ. ഇത് പിന്നെ അമ്മ നഷ്ടപരിഹാരമായിട്ട് ചോദിച്ചതല്ലേ. എന്തായാലും നിനക്കെന്താ, എനിക്ക് 2 ലക്ഷം രൂപ കിട്ടിയില്ലേ? ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഭാമ പറയുന്നുണ്ട് കേട്ടോ, പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് എരന്ന് മേടിച്ച പണം ഇത്.
അവരെങ്ങനെയൊക്കെ ഉണ്ടാക്കിയതാണോ ആവോ പാവങ്ങൾ. ഹാ അത് ശരി. ദേ ബാമേ, ഞാൻ എരുന്ന് മേടിച്ചോന്നല്ല, ഇതെനിക്ക് അർഹതപ്പെട്ട കാശാ. അവൻ അന്ന് എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെയാ പണം തട്ടിയെടുത്തെന്ന് നിനക്കും അറിയാവുന്നതല്ലേ. അതവിടെ കഴിഞ്ഞില്ലേ. ആ പണം സച്ചി കൊണ്ട് തന്നതല്ലേ. പിന്നെ നീ എന്തിനു ഈ 2 ലക്ഷം വീണ്ടും ചോദിച്ചത്? അതും ആ പാവങ്ങളുടെ കയ്യിൽ നിന്ന്. അവർക്ക് എവിടെ നിന്നാ ഇത്രയൊക്കെ പണം എടുത്ത് തരാനുണ്ടാവുക? അല്ലേലും നീ അതൊന്നും പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. അപ്പം ശ്രുതി പറയുന്നുണ്ട്, ബാമേന്തി നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മ ചെയ്തത് ശരിക്കും കറക്റ്റായിട്ടുള്ള സംഭവം തന്നെയാ. അമ്മ ഇത് തന്നെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നതും. ആ നീ പിന്നെ നിന്റെ അമ്മയെ പോലെയാണല്ലോ. അപ്പം ശ്രുതി പറയുന്നുണ്ട്, ഭാമേന്തി ഇതെന്തായാലും അമ്മയ്ക്ക് അർഹതപ്പെട്ട പണം തന്നെയാണ്. അത് അമ്മ എന്തായാലും സ്വീകരിക്കണം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ശ്രുതി ഇങ്ങനെ കാണിക്കുന്നത്, ശ്രുതിയെ ഇങ്ങനെ കണ്ണുകൊണ്ട് അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. ശ്രുതി നീ എന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ശ്രുതി എന്നാൽ 2 ലക്ഷം എണ്ണിത്തിട്ടപ്പെടുത്തുന്ന തിരക്കിൽ ചന്ദ്രമതി ഇവരെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ആ സമയത്ത് ശ്രുതിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. ശ്രുതി നീ എന്തിനാ എന്നെ ആംഗ്യം കാണിച്ചൊക്കെ വിളിക്കുന്നത്? ഓ എൻ്റെ മണ്ടൻ ശ്രുതി, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എന്താ ശ്രുതി? ആ പണമുണ്ടല്ലോ ചിലപ്പം ശ്രീകാന്ത് കൈക്കലാക്കാൻ സാധ്യതയുണ്ട്. ശ്രീകാന്തോ? അവനെന്തിനാ ഈ പണം? ഏയ് അവനൊരിക്കലും പണം കൊടുക്കില്ല അമ്മ. എനിക്ക് തരാതെ അവൻ ഒരിക്കലും കൊടുക്കില്ല. അതൊക്കെ വെറുതെ കരുതുക. ശ്രുതിയോടുള്ള സ്നേഹമൊക്കെ ശ്രീകാന്തിനോടുണ്ട്, സച്ചിയോടെ ഇല്ലാത്തതുള്ളൂ. പിന്നെ ഈ പണം നമുക്ക് എങ്ങനെയെങ്കിലും കിട്ടണം. ഈ പണമോ? ഇതമ്മ തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാ കിട്ടണം. അതെന്തിന്? നമുക്ക് കുറച്ച് സ്റ്റോക്ക് ഇറക്കാനില്ലേ? ആ സ്റ്റോക്ക് ഇറക്കുന്ന സമയത്ത് 1.5 ലക്ഷം രൂപയുടെ അത്യാവശ്യം നമുക്കില്ലായിരുന്നോ? ഇതിപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടുന്ന് കിട്ടും. രണ്ടിലെങ്കിലും 1.5 ലക്ഷം രൂപ വാങ്ങിക്കാലോ. അത് ശരിയാ. 1.5 ലക്ഷം രൂപയ്ക്ക് നമ്മൾ കഷ്ടപ്പെടുമല്ലായിരുന്നോ? എന്തായാലും നമുക്ക് ചോദിക്കാല്ലേ? ചോദിക്ക ശ്രുതി. എന്നാ പിന്നെ നീ വാ. ഇതും പറഞ്ഞിട്ട് അവർ 2 പേരും കൂടി വീണ്ടും അമ്മയുടെ അടുത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. അമ്മേ ഇതും പറഞ്ഞുകൊണ്ട് ശ്രുതി അമ്മയുടെ കാൽക്കൽ വീഴാണ് കേട്ടോ. എന്താ അമ്മ പണമൊക്കെ എണ്ണി തിട്ടപ്പെടുത്തിയോ? നിനക്ക് കണ്ണില്ലേ? ഞാൻ പണം എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അമ്മേ എനിക്ക് മനസ്സിലായി നിന്റെ ഈ മുഴക്കം. ഇതിൽ നിന്ന് 5 പൈസ ഞാൻ നിനക്ക് തരില്ല. അമ്മേ ഞാൻ വലിയ ആളായ അമ്മക്ക് തന്നെയല്ലേ ഉപകാരം. ദേ അത് വിട്ടേക്ക്. നിനക്കിതീനെ 5 പൈസ കിട്ടത്തില്ല. ഇത് കേട്ട ഭാമ പറയുന്നുണ്ട് കേട്ടോ. എടാ ശ്രുതി, എപ്പോഴും നിങ്ങൾക്ക് തന്നെ തന്നാൽ മതിയോ? ശ്രീകാന്തും സച്ചിയും ഒക്കെ പണത്തിന് അത്യാവശ്യമുള്ളവർ തന്നെയല്ലേ? അവരൊക്കെ സാധാരണ പണിക്കാരാ. ഞാനേ ബിസിനസ്മാനാ, വലിയ ബിസിനസ്മാൻ ആവേണ്ട വ്യക്തി. അന്നത്തെ സമയത്തെ എൻ്റെ അമ്മയെ സഹായിക്കാൻ ഞാൻ മാത്രമേ കാണുള്ളൂ. അപ്പം പിന്നെ അമ്മ ഇപ്പം എന്നെ സഹായിക്കുന്നത് നല്ലത്. ദേ അമ്മേ, നമ്മുടെ മറ്റു പ്രൊജക്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അതിന് കുറച്ച് പൈസ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിച്ചതിലും വലിയ രീതിയിൽ നമ്മുടെ ബിസിനസ് ഉയരും. നീ ഇങ്ങനെ കുറേ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് ഉയരുന്നൊന്നും കാണാനില്ല. അമ്മേ, ഇതിനു മുന്നേ ഒരു ബിസിനസ്മാൻ വന്നിട്ട് എനിക്കൊരു കാര്യം ഏർപ്പാടാക്കി തന്നില്ലേ? അതിന് നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാവുന്നതിലപ്പുറം പണം കിട്ടുമേ. നീ പറയുന്നതൊക്കെ ഉള്ളതാണോ ശ്രുതി? ഉള്ളതാണമ്മേ. ദേ അമ്മ ഇപ്പം ഈ 2 ലക്ഷം ഇപ്പം തന്നെ തീർക്കും. അതിന് പകരം ഞാൻ പറഞ്ഞത് രീതിയിൽ അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് 2 4 കിട്ടും, 4 പിന്നെ 8 കിട്ടും. അതൊക്കെ ഉള്ളതാണോ? ഉള്ളതാണമ്മേ. എന്നാ പിന്നെ ഞാൻ പണം തരാം. പിന്നെ ഞാൻ ചോദിക്കുമ്പോൾ നീ എനിക്ക് പണം തരേണ്ടി വരും. അതൊക്കെ ഞാൻ തരാമേ. അമ്മ ഇപ്പം എനിക്ക് പണം താ. ചന്ദ്രേ, നീ ഒന്നുകൂടി ആലോചിച്ചിട്ട് ചെയ്തോ എന്ന് ഭാമ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ശ്രുതി പറയുന്നുണ്ട്, എന്താ ഭാമേൻ്റെ ഇത്? ആർക്ക് കൊടുത്താലും മക്കൾക്ക് തന്നെയല്ലേ കാശ് കൊടുക്കുന്നത്? മക്കൾക്കൊക്കെ തന്നെയാ. പക്ഷേ ഇവ മാത്രമല്ല ചന്ദ്രയ്ക്ക് മകനായിട്ടുള്ളത്. സച്ചിയും ശ്രീകാന്തും ഉണ്ടല്ലോ. എൻ്റെ ഭാമേ, സച്ചിയുടെ കാര്യം നീ ദയവ് ചെയ്ത് പറയില്ലേ. അവനെ ഞാൻ പണ്ടേ തട്ടിയതാ. അവൻ എൻ്റെ മകനുമല്ല. അതുകൊണ്ട് അവനിതിന്ന് ചില്ലി കാശ് പോലും ഞാൻ കൊടുക്കില്ല. ശ്രീകാന്തിന് വേണ്ടി ഞാൻ കൊടുക്കും. അമ്മേ, ശ്രീകാന്തിന് ഇപ്പോൾ പണത്തിൻ്റെ ആവശ്യമില്ല. ശ്രീകാന്തിൻ്റെ ഭാര്യ വീട്ടുകാരെ പണം കൊണ്ട് അർമാദിക്കുന്നവരാ. പിന്നെ മലേഷ്യയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ട് വേണ്ടേ? അതുവരെ അമ്മ ഞങ്ങളൊന്ന് സഹായിക്ക്. ശരി, നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത്? 1.5 ലക്ഷം മതി. 1.5 ലക്ഷം ആക്കണ്ട, 2 നിൻ്റെ കൈ വെച്ചോ. ഞാൻ ചോദിക്കുമ്പോൾ തന്നാൽ മതി. ശരി അമ്മേ. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് സച്ചിയും രേവതിയും കൂടി രേവതിയുടെ വീട്ടിലോട്ട് എത്തുന്നതാണ് കേട്ടോ. അങ്ങനെ മകനെ കണ്ട സന്തോഷത്തിൽ രേവതിയുടെ അമ്മ മകനെ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ശരത്തിനാണെങ്കിൽ വലിയ സന്തോഷമാവാന്ന് കേട്ടോ. അങ്ങനെ രേവതി പറയുന്നുണ്ട്, അമ്മേ, ശരത്തിന് ഒരു പോറലും സംഭവിച്ചിട്ടില്ല. ശരത്ത് ഇപ്പം എത്തിയിട്ടുണ്ടല്ലോ. അമ്മ ഇനി വിഷമിക്കാതിരിക്കുക. ഞാനും സച്ചേട്ടനും കൂടി വീട്ടിലോട്ട് ചെല്ലട്ടെ. ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ അമ്മേ? ഉണ്ടാക്കിയിട്ടുണ്ട്. ശരത്ത് വരാണെങ്കിൽ അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവന് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ അമ്മേ, അതിൽ നിന്ന് കുറച്ച് അവിടുത്തെ അച്ഛന് കൊടുക്കാൻ തരുമോ? അവിടെയാണെങ്കിൽ ഒന്നും ഉണ്ടാക്കിയിട്ടുമില്ല. അതിനെന്താ,
ഞാൻ എടുത്തുതരാം. ഇതും പറഞ്ഞുകൊണ്ട് അച്ഛനാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം എടുക്കാൻ കേട്ടോ. പെട്ടെന്ന് തന്നെ അമ്മ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എടാ നീയാണ് ഇവരുടെ താങ്ങും തണലും. നീ ഇങ്ങനെ ഇവരെ വിഷമത്തിലാക്കരുത് കേട്ടോ. ഞാൻ ഒരിക്കലും ഇനി ഇവരെ വിഷമത്തിലാക്കില്ല സച്ചിയേട്ടാ. സച്ചിയേട്ടൻ ചേച്ചിയുടെ ഒപ്പം സന്തോഷമായിട്ട് പോയി വാ. ഞാനെന്തായാലും സച്ചിയേട്ടനെ വിളിക്കാം. ശരി, അച്ഛനവിടെ ഒറ്റയ്ക്കാ, അതാ പെട്ടെന്ന് പോകുന്നത്. ഒന്നും വിചാരിക്കരുത് അമ്മേ. ഒന്നും വിചാരിക്കില്ല, നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലേ. അങ്ങനെ രേവതിയും സച്ചിയും കൂടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നിട്ടോ. അവർ യാത്ര അയക്കാണ്. രേവതിയും സച്ചിയും നേരെ പോകുന്നത് വീട്ടിലോട്ടാണ് കേട്ടോ. ചന്ദ്രോദയത്തിൽ എത്തുന്നുണ്ട്. ചന്ദ്രോദയത്തിൽ എത്തുന്ന സമയത്ത് വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. രേവതി, അച്ഛനിവിടെ ഇല്ലേ? വീട് പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. അത് ശരിയാണല്ലോ, അച്ഛൻ ഇവിടെ ഇല്ലേ? ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ അശോകൻ്റെ കോള് സച്ചിയുടെ ഫോണിലോട്ട് വരുന്നത്. അത് കണ്ടപ്പോൾ തന്നെ സച്ചി പറയുന്നുണ്ട്, അച്ഛനെ ചിലപ്പോൾ ഇവിടെ ആരും ഇല്ലാഞ്ഞപ്പോൾ പൂട്ടി അശോകനങ്ങളുടെ കൂടെ പോയി കാണും. അശോകനങ്ങൾ വിളിക്കുന്നുണ്ട്. ഇതും പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഹലോ അങ്കിളെ. സച്ചി, നീ എവിടെയാടാ? എന്താ അങ്കിളെ, എന്താ പറ്റിയത്? സച്ചി, നീ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് വാ. നിന്റെ അച്ഛന് ഹോസ്പിറ്റലാ? അച്ഛനോ? എൻ്റെ അച്ഛൻ എന്താ പറ്റിയത്? സച്ചി, നീ പെട്ടെന്ന് വാ. അച്ഛൻ എവിടെയുള്ളത്? എന്താ അങ്കിളെ പറ്റിയത് അച്ഛന്? നീ ആദ്യം പെട്ടെന്ന് വാ സച്ചി, ബാക്കിയൊക്കെ വന്നിട്ട് പറയാം. ശരി അങ്കിളെ. രേവതി, നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് പോകും. അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന് ഒന്നും അറിയില്ല. അങ്ങനെ സച്ചി ആണെന്നുണ്ടെങ്കിൽ സ്പീഡിൽ കാർ എടുക്കുന്നുണ്ട് കേട്ടോ. രേവതിയും ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ഹോസ്പിറ്റലിൽ എത്തുകയാണ് കേട്ടോ. സച്ചിയും രേവതിയും ഹോസ്പിറ്റലിനകത്തോട്ട് കയറി ചെല്ലുന്നുണ്ട്. ആ സമയത്ത് അശോകൻ അവിടെ രക്തത്തെ കുളിച്ചിട്ട് ഒരു ഭാഗത്ത് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. തൊട്ടിപ്പുറത്തെ രണ്ടുപേരും രക്തം പുരണ്ട് ഷർട്ടിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ സച്ചിക്ക് ആകെ പേടിയാവാണ്. അങ്കിളെ, എന്താ എൻ്റെ അച്ഛനെ പറ്റിയത്? നിങ്ങളെന്താ ഇങ്ങനെ ചോരയിലൊക്കെ കുളിച്ചിട്ട്? മോനെ സച്ചി, നമ്മുടെ രവി ബസ് ഇടിച്ചു, ആക്സിഡൻറ്റ് സംഭവിച്ചു. എന്താ? എൻ്റെ അച്ഛൻ എന്താ ഉണ്ടായത്? ആരാ എൻ്റെ അച്ഛനെ ഇടിച്ചത്? ഇടിച്ചവരെ ഒന്നും കുറ്റം പറയണ്ട. ഒരു ബോധവും ഇല്ലാതെ രവി റോഡിലൂടെ ഇറങ്ങി നടക്കുമായിരുന്നു. കണ്ടവരൊക്കെ പറയുന്നത് ചാകാൻ വേണ്ടി ഇറങ്ങിയതാണെന്ന്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ രേവതിയൊക്കെ വാവിട്ട് കരയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചയാണെന്നുണ്ടെങ്കിൽ ആകെ അവശനായിട്ട് അങ്ങ് തറയിൽ വീഴുന്നുണ്ട്. സച്ചേട്ടാ ഇതും പറഞ്ഞുകൊണ്ട് സച്ചിയെ എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ രേവതി. അപ്പോഴാണ് ICUയുടെ അകത്ത് നിന്ന് ഡോക്ടർ പുറത്തോട്ട് വരുന്നത്. ഇത് കണ്ട പാടെ തന്നെ സച്ചി ഓടി ചെല്ലുന്നുണ്ട്. ഡോക്ടറെ, എൻ്റെ അച്ഛൻ എങ്ങനെയുണ്ട്? നിങ്ങൾ അച്ഛനാണോ അകത്തുള്ളത്? അതെ. അദ്ദേഹം ഗുരുതരാവസ്ഥയിലാണ്. ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന പരമാവധി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ചെറിയൊരു സർജറി വേണ്ടി വന്നിരിക്കും. നിങ്ങൾ ഒരു 4 ലക്ഷം രൂപ എവിടെന്നെങ്കിലും സംഘടിപ്പിക്കണം. 4 ലക്ഷം രൂപയോ? അയ്യോ, 4 ലക്ഷം രൂപയൊക്കെ എവിടുന്ന? രേവതി, നമുക്ക് എങ്ങനെയെങ്കിലും 4 ലക്ഷം രൂപ കിട്ടിയേ പറ്റൂ. ഡോക്ടറെ, നിങ്ങൾ സർജറി തുടങ്ങിക്കോ. എൻ്റെ അച്ഛൻ രക്ഷപ്പെടുവാണെങ്കിൽ നിങ്ങൾ സർജറി ചെയ്യ്. ഞങ്ങൾ പെട്ടെന്ന് പണം എത്തിച്ചേരാം. പെട്ടെന്ന് തന്നെ ഭാമയ്ക്ക് ഒരു കോള് വരുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവരുടെ പരിചയത്തിലുള്ള ഒരാളാണ് ഭാമയ്ക്ക് വിളിക്കുന്നത്. അപ്പോൾ ഭാമ ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ എന്താടി? പിന്നെ അവിടെ പറയുന്നതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഭാമ ഞെട്ടിത്തരിക്കുന്നതാണ് കാണുന്നത്. ഭാമ ഫോണ് പെട്ടെന്ന് തന്നെ കട്ടാക്കി തിരിയുമ്പോൾ തന്നെ ചന്ദ്രമതി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താ ഭാമേ, നീ ഇതെങ്ങനെ ഞെട്ടി നിൽക്കുന്നത്? ചന്ദ്രേ, നീ അറിഞ്ഞോ? എന്തറിയാൻ? എന്താ ഭാമേ? ചന്ദ്രേ, നീ പെട്ടെന്ന് വാ, നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോവണം. നീ എന്തൊക്കെയാ ഭാമേ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ചന്ദ്രേ, അത് പിന്നെ എന്താ ഭാമേ? രവിയേട്ടൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. രവിയേട്ടൻ എന്താ പറ്റിയത്? അതൊന്നും അറിയില്ല, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാം. കുഴപ്പമൊന്നുമില്ല, നീ വാ. ഇതും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയും കൂട്ടിയിട്ട് ഭാമ ഹോസ്പിറ്റലിലോട്ട് വരുന്നതാണ് പിന്നെ കാണുന്നത് കേട്ടോ. പിന്നെ കാണിക്കുന്നത് സുധിയും ശ്രുതിയാണ്. അവരാണെന്നുണ്ടെങ്കിൽ പുതിയ സ്റ്റോക്ക് ഇറക്കാൻ വേണ്ടി ഹോം സപ്ലൈസസിന് വേണ്ടിയിട്ടുള്ള അഡ്വാൻസ് കൊടുത്ത് തിരിച്ചു പോരുന്ന വഴിയാണ് കേട്ടോ. അതായത് 1.5 ലക്ഷം രൂപ അഡ്വാൻസ് അവർ കൊടുത്തു, എന്നിട്ട് തിരിച്ചു പോരാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ചന്ദ്രമതിയാണ്. ചന്ദ്രമതി ഹോസ്പിറ്റലിലേക്ക് ഓടി വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അവിടെ ഇരിക്കുന്ന എല്ലാവരെയും കാണിക്കുന്നുണ്ട്. അശോകേട്ടാ, എന്താ നിങ്ങളുടെ കോല എങ്ങനെ? എൻ്റെ രവിയേട്ടൻ എന്താ പറ്റിയത്? രവിയേട്ടൻ എന്താ പറ്റിയതെന്ന്? എടി, നിനക്കൊക്കെ മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ നീ അങ്ങേരെ അവിടെ ഒറ്റക്കിട്ടിട്ട് വേറെ എവിടെയും പോയി നിൽക്കുമായിരുന്നോ? അയ്യോ, എൻ്റെ രവിയേട്ടൻ എന്താ പറ്റിയത്? ആക്സിഡൻ്റ് ആണോ? അതെ, ആക്സിഡൻറ്റ്. അവനൊരു ബസ് വന്ന് ഇടിച്ചു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ രേവതി നിൽക്കുന്നുണ്ട്. ചന്ദ്രയ്ക്ക് ദേഷ്യം വരാൻ കേട്ടോ. എടി, നീ ഒറ്റ ഒരുത്തി കാരണടി എൻ്റെ രവിയേട്ടന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പം അശോകൻ പറയുന്നുണ്ട്, നിർത്തിക്ക ചന്ദ്രേ, ആവശ്യമില്ലാതെയും കണ്ട് ഈ കുട്ടിയുടെ മെക്കിട്ട് കയറി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് രേവതി മോളെ കുറ്റപ്പെടുത്തുന്നു. നിനക്ക് ഇനിയും എങ്ങനെ തോന്നുന്നു ഇതിനൊക്കെ? നിന്റെ ഭർത്താവിൻ്റെ ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കും നീ. അത്രയ്ക്കും ഗുരുതരാവസ്ഥയിൽ ICUയിൽ നിന്റെ ഭർത്താവ് രവി കിടക്കുന്നത്. 4 ലക്ഷം രൂപയാ സർജറിക്ക് അത്യാവശ്യം. സച്ചി അതിനു വേണ്ടി പരക്കം പായുന്നുണ്ട്. അവനെക്കൊണ്ട് 4 ലക്ഷം രൂപയൊന്നും കൊടുക്കാൻ പറ്റില്ല.
ചന്ദ്രേ, നിനക്ക് വേണ്ടി 2 ലക്ഷം രൂപ സച്ചി കൊണ്ടു തന്നില്ലായിരുന്നോ? ആ പണം ഇവിടെ, നമുക്ക് ആ പണം 2 ലക്ഷം ഇവിടെ കൊടുക്കാം. ബാക്കി പിന്നെ അവൻ കൊണ്ടു തന്നോളൂ. അത് പിന്നെ എൻ്റെ കാശ് ഞാൻ സുധിയെ ഏൽപ്പിച്ചിരുന്നു. സുധിയെ ഏൽപ്പിച്ചെങ്കിൽ സുധിയെ വിളിക്ക് ചന്ദ്രേ. അയ്യോ, എൻ്റെ രവിയേട്ടനൊരു ആപത്ത് വരുത്തരുത്. ഇതും പറഞ്ഞുകൊണ്ടാണെങ്കിൽ ഭാമയുടെ ഫോണിൽ നിന്ന് ചന്ദ്ര വിളിക്കുന്നുണ്ട് കേട്ടോ. സുധിയാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല കേട്ടോ. ഓ, അമ്മയാണല്ലോ, ഇനി പണം ആവശ്യമുണ്ടെന്ന് അറിയാൻ വേണ്ടി വിളിക്കുകയായിരിക്കോ. എന്തായാലും ഫോൺ എടുക്കേണ്ട സുധി. അതെ, ഫോൺ എടുക്കണ്ട. എന്തായാലും പണം കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് പോയാലോ? ലൈറ്റായിട്ടല്ല, ഇന്ന് നല്ല ഹെവി ആയിട്ട് തന്നെ ഫുഡ് കഴിക്കാം. അതാണ് നമുക്കേ ഇവിടെ നല്ലൊരടുത്ത് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് ഉണ്ട്. നല്ല സീ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ്. അവിടെ പോയിട്ട് നമുക്ക് നല്ല അടിപൊളി ഫുഡ് കഴിച്ചിട്ട് വരാം. ശരിക്കും അമ്മയും കൂടി കൂട്ടനായിരുന്നു അല്ലേ ശ്രുതി? ഏയ്, അത് വേണ്ട. ആൻറ്റിയും കൂടി വന്നാലേ അത് ശരിയാവത്തില്ല. എന്തായാലും നമുക്ക് പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. ആ സമയത്താണ് കേട്ടോ സുധിയുടെ കൂട്ടുകാരൻ വിളിക്കുന്നത്. അവൻ്റെ കോള് കണ്ടപ്പോൾ തന്നെ സുധി ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ ബ്രോ, എന്താ ബ്രോ വിളിച്ചത്? എടാ സുധി, നീയൊന്നും അറിഞ്ഞില്ലേ? എന്താടാ? എടാ, നിൻ്റെ അച്ഛന് ആക്സിഡൻ്റായി. KSRTC ബസ് വന്ന് കിടിച്ചതാ. എന്ത്? എൻ്റെ അച്ഛനോ? നിൻ്റെ അച്ഛനിപ്പോൾ ഗുരുതരാവസ്ഥയിൽ ICUവിലാണ്. നീ വിളിച്ചിട്ട് ഫോൺ എടുക്കില്ലെന്നും പറഞ്ഞിട്ട് നിൻ്റെ അമ്മ എനിക്ക് വിളിച്ചതായിപ്പോൾ. അയ്യോ, എൻ്റെ അച്ഛനെന്താ പറ്റിയത്? അതൊന്നും എനിക്കറിയില്ല. നീ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് ചെല്ല്. നീ വെക്ക്. ശ്രുതി, നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാം. ഇതും പറഞ്ഞുകൊണ്ട് ശ്രുതി ആണെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതി വയ്ക്കുന്നുണ്ട്. എന്താ ശ്രുതി? അച്ഛന് ആക്സിഡൻ്റ് ആയിന്ന്. KSRTC വന്ന് ഇടിച്ചതാണെന്ന്. അയ്യോ, അങ്കിളിന് എന്ത് പറ്റി? ഇതും പറഞ്ഞുകൊണ്ട് അവർ നേരെ ഹോസ്പിറ്റലിലോട്ട് വന്ന് കയറി ചെല്ലുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ അമ്മ ഓടി വരികയാണ് കേട്ടോ ശ്രുതിയുടെ അടുത്തോട്ട്. ശ്രുതി, അച്ഛൻ ICUവിലാടാ. അമ്മേ, അച്ഛൻ എന്താ പറ്റിയത്? അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട്? ഒന്നും അറിയില്ല. അച്ഛനൊരു സർജറി വേണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതിന് 4 ലക്ഷം രൂപ വേണം. നിനക്ക് ഞാൻ 2 ലക്ഷം രൂപ തന്നില്ലായിരുന്നോ? കാശിങ് എടുക്ക്, അതിവിടെ കൊടുക്കട്ടെ. അമ്മേ, അത് പിന്നെ അതെങ്ങനെയാണ് ശരിയാവുക? അപ്പോൾ ആ പൈസ എവിടെ? അത് പിന്നെ ഞാൻ അഡ്വാൻസ് കൊടുത്തു. ഞാനും ശ്രുതിയും കൂടി പോയി ഇപ്പോൾ അഡ്വാൻസ് കൊടുത്തു. എടാ ദ്രോഹി, ആ പൈസ ഇവിടെ കൊടുക്കായിരുന്നില്ലേ? അത് പിന്നെ അമ്മ ഞാൻ ആലോചിച്ചില്ലല്ലോ. എവിടെന്നെങ്കിലും നീ ആ പൈസ സംഘടിപ്പിക്കേ. അഡ്വാൻസ് കൊടുത്തോടത്ത് പോയിട്ട് തിരിച്ചു വാങ്ങ്. അതൊന്നും പറ്റില്ല അമ്മേ. അപ്പം അശോകൻ പറയുന്നുണ്ട്, എടാ നിൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ആ പണം ചോദിക്കുന്നത്, അത് നീ കൊണ്ടുവാ. അപ്പം ശ്രുതി പറയുന്നുണ്ട്, അതെങ്ങനെയെങ്കിലും ശരിയാവുക? അഡ്വാൻസ് കൊടുത്ത കാശ് തിരിച്ച് മേടിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയെങ്കിലും ഒരു 2 ലക്ഷം രൂപ കിട്ടണം മക്കളെ. 2 പോരാ, 4 ലക്ഷം രൂപ വേണം. ആ സമയത്താണ് സച്ചി ഓടിക്കെതച്ച് വരുന്നത് കേട്ടോ. സച്ചിയുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപയുണ്ട്. അശോകനെങ്കിലേ, എനിക്ക് 2 ലക്ഷം രൂപ ഒപ്പിക്കാനേ പറ്റുള്ളൂ. ഇനിയൊരു 1 ലക്ഷം രൂപയും കൂടി വേണം. അതെവിടുന്നാ? കയ്യിലുണ്ടായിരുന്ന കാശ് എണ്ണി പെറുക്കിയാ മോനെ നിൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ ഞാൻ ആ 2 ലക്ഷം രൂപ ഒപ്പിച്ചത്. ഇനി എൻ്റെ കയ്യിലും എവിടെ നിന്നും കാശ് കിട്ടാനില്ല. ആ സമയത്ത് ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ സുധിയെ തല്ലുന്നുണ്ട് കേട്ടോ. അതോടുകൂടി ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ ബാക്കി എപ്പിസോഡ് ഞാൻ അടുത്ത എപ്പിസോഡിൽ ഇടാം. അപ്പോൾ അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡൊന്നൊന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡൊന്നൊന്ന് കമൻറ്റ് ചെയ്ത് അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.